ഹലോ ഗായ്സ്, നമ്മളിന്ന് ലാൻഡ് ലോയിലെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967 ആണ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു കഥ പോലെ പറയുകയാണ്. നിങ്ങൾക്കൊരു നല്ല കൃഷിഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം നിങ്ങൾ പറയുന്നു നെൽ കൃഷി ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണമെന്ന് എല്ലാവരും ചെയ്യണമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ കൃഷി കുറയും, പിന്നെ ഫുഡ് ഉൽപ്പാദനം കുറയും, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞു ഇങ്ങനെയാണ്: കൃഷിഭൂമി വേറെ ഉപയോഗത്തിന് മാറ്റണമെങ്കിൽ ആദ്യം പെർമിഷൻ ഉണ്ടായിരിക്കണം. ഈ നിയമമാണ് കൃഷി ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967 പ്രകാരമുള്ളത്. ഇത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955 പ്രകാരം ഉണ്ടാക്കിയ ഓർഡറാണ്. ഇത് കൃഷിഭൂമിയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവസാനിക്കുകയും ലാൻഡ് കൺസർവേഷൻ തടയുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറയുന്നത് പ്രോപ്പർ യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭൂമി കൃഷിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. പിന്നെ പ്രിവെൻറ്റ് അൺനെസസറി കൺവേർഷൻ, അതായത് അനാവശ്യമായി കൃഷിഭൂമി മാറ്റാൻ പാടില്ല. മെയിൻറ്റെയിൻ ഫുഡ് സെക്യൂരിറ്റി, അതായത് കൃഷിഭൂമി കുറഞ്ഞാൽ ഭക്ഷ്യോൽപാദനമൊക്കെ കുറയും. അതുകൊണ്ട് എല്ലാവർക്കും മതിയായ ഭക്ഷണം ലഭിക്കണമെന്ന് ഗവൺമെൻറ് ശ്രമിക്കുന്നു. പിന്നെ പറയുന്നത് പെർമിഷൻ സിസ്റ്റം, അതായത് കൃഷിഭൂമി മാറ്റാൻ മുൻപ് ആപ്ലിക്കേഷൻ നൽകണം, പെർമിഷൻ വാങ്ങണം, അതിനുശേഷം മാത്രം ഭൂമി മാറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൊജക്റ്റ് എക്കോളജി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമി മഴവെള്ളം സംഭരിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ പറയുകയാണ് ഗവൺമെൻറ് കൺട്രോൾ, അതായത് മികച്ച പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റിനും വേണ്ടി ഗവൺമെൻറ് ലാൻഡിനൊക്കെ നിയന്ത്രിക്കുന്നു. സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 3, 4, 5, 6 and 7. അതിൽ സെക്ഷൻ 3 പറയുന്നത് രജിസ്ട്രേഷൻ ഓൺ കൺവേർഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓർഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷനാണ്. പെർമിഷൻ ഇല്ലാത്ത കൃഷിഭൂമി വീടായി, ഫാക്ടറിയായി, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയി മാറ്റാൻ പറ്റില്ല. ഉദാഹരണം, രവിയുടെ പക്കൽ പാഡി ലാൻഡ് ഉണ്ട്, അവൻ ഹോട്ടലിൽ പണിയാൻ ആഗ്രഹിക്കുന്നു. പെർമിഷൻ ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല എന്നും ആദ്യം പെർമിഷൻ വേണം എന്നാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 4 പെർമിഷൻ ഫോർ കൺവേർഷൻ. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻ നൽകണം. അതോറിറ്റി പരിശോധിക്കുന്നത് ഭൂമിയുടെ സ്വഭാവം, കൃഷിഭൂമിയുള്ള പ്രാധാന്യം, പിന്നെ പൊതു താല്പര്യം, ഇവയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് പെർമിഷൻ നൽകുകയും നിഷേധിക്കുകയും ചെയ്യാം. ഇനി സെക്ഷൻ 5 വരുന്ന പവർ ഓഫ് ഗവൺമെൻറ്. അതിൽ പെർമിഷൻ നൽകാൻ അധികാരമുള്ളവർ ഗവൺമെൻറ്, ഡിസ്ട്രിക്റ്റ് കളക്ടർ, റവന്യൂ ഓഫീസർ. പിന്നെ അവർ കണ്ടീഷൻസ് വെക്കുകയും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രെയിനേജ് സംരക്ഷിക്കുക, ഫീസ് അടയ്ക്കണം, ബിൽഡിംഗ് കണ്ടീഷൻസ് പാലിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. സെക്ഷൻ 6 മോണിറ്ററിങ് ചെയ്യാണ്, അതായത് പെർമിഷൻ നൽകിയതിന് ശേഷം ഗവൺമെൻറ് മോണിറ്ററിങ് നടത്തുകയും അതോറിറ്റി പരിശോധിക്കുന്നത് ഭൂമി ശരിയായ ഉപയോഗത്തിലാണോയെന്നും റൂൾസ് പാലിക്കുന്നുണ്ടോയെന്നും വയലേറ്റ് കണ്ടെത്തിയാൽ കറക്റ്റ് ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സെക്ഷൻ 7 പെനാൽറ്റീസ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമിഷൻ ഇല്ലാത്ത ഭൂമി മാറ്റിയാൽ ലീഗൽ ആക്ഷൻ എടുക്കാം, പെനാൽറ്റീസ് നൽകാം. ഇത് ഇല്ലീഗൽ കൺവേർഷൻ തടയുന്നു എന്നാണ് പറയുന്നത് പെനാൽറ്റീസിൽ. ഇനി എന്തൊക്കെയാണ് സ്കോപ്പുകൾ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഓർഡർ ഭദ്രമാക്കുന്നത് കൃഷിഭൂമികൾ, ഭൂമി കൺവേർഷൻ, അഗ്രികൾച്ചർ ലാൻഡ് കൺവേർഷൻ, ഡിസ്ട്രിക്ട് കളക്ടർ, റവന്യൂ അതോറിറ്റീസ്. ഇത് കേരള കൺവേർഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട്
2008 പ്രവർത്തിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് ഡാറ്റാ ബാങ്ക് ഉൾപ്പെടാത്ത ഭൂമികൾക്കൊക്കെ ബാധകമാണ്. കൺവേർഷൻ കഴിഞ്ഞാൽ ലാൻഡ് റെക്കോർഡ്സും ടാക്സ് ക്ലാസിഫിക്കേഷനും അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ വളരെ പ്രധാനമാണ്. കാരണം ഇത് കൃഷിഭൂമികളെ സംരക്ഷിക്കുന്നു, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, പിന്നെ മഴവെള്ളം, ഭൂമികൾക്ക് ജലം, ഭൂഗർഭജലം, പരിസ്ഥിതി എന്നിവയെ സംരക്ഷിക്കുന്നു, പ്ലാൻ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുന്നു, ഭൂമി മാറ്റാൻ ലീഗൽ പ്രൊസീജിയർ നൽകുന്നു, ലാൻഡ് റെക്കോർഡ്സ് ശരിയായി നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അതിൽ പറയുന്നത് ഇതിൻ്റെ ആദ്യ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. കൃഷി സംരക്ഷിക്കുന്നു, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, നിയന്ത്രണം ഇല്ലാതെ നഗരവികസനം തടയുന്നു, പിന്നെ സുതാര്യമായ പെർമിഷൻ സിസ്റ്റം നൽകുന്നു എന്നാണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ലഭിക്കുന്ന സമയമെടുക്കും. പിന്നെ വീടുകൾ, ലാൻഡ് ലോസ് തമ്മിൽ ഓവർലാപ്പ് ഉണ്ടാകാം. വിവിധ ലാൻഡ് ലോസ് തമ്മിൽ ഓവർലാപ്പ് ഉണ്ടാകാം. പിന്നെ ഓഫീസേഴ്സിന് തീരുമാനങ്ങൾ വ്യത്യാസം വരുത്താം. സ്ട്രിക്റ്റ് റൂൾസ് ഡെവലപ്പ് പ്രൊജക്റ്റ് വൈകിപ്പിക്കാം എന്നാണ് പറയുന്നത്. അടുത്താണ് പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നിയമങ്ങളും പരസ്പരം പരസ്പരം ഡെവലപ്മെൻ്റാണ്. പിന്നെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സാധാരണ കൃഷിഭൂമി സംരക്ഷിക്കുന്നു. പാഡി ലാൻഡ് ആക്ട് 2008 പാഡി ലാൻഡും വെറ്റ് ലാൻഡും സംരക്ഷിക്കുന്നു. പിന്നെ ഭൂമി ഡാറ്റ ബാങ്കിൽ ഉണ്ടെങ്കിൽ 2008 ആക്ട് പ്രകാരം ബാധകമാണെന്നും ഡാറ്റ ബാങ്ക് ഇല്ലെങ്കിൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ ബാധകമാണെന്നും ഇതിൽ പറയുന്നു. പിന്നെ എന്തൊക്കെയാണ് ലാൻഡ്മാർക്ക് കേസുകൾ, അതായത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ വേഴ്സസ് ജലജ ദിലീപ് 2050. ഭൂമി ഡാറ്റ ബാങ്ക് ഇല്ലെങ്കിൽ ശരിയായ ക്ലാസിഫിക്കേഷന് ശേഷം കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കേസാണ് മുഹമ്മദ് അബ്ദുൾ ബഷീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിൽ കോർട്ട് പറഞ്ഞത് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം പെർമിഷൻ നൽകുന്നത് മുൻപ് ശരിയായ എൻക്വയറി നടത്തണം. ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ അപ്രൂവ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യരുത് എന്നാണ് ഈ കേസിൽ പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967 കേരളയിലെ കൃഷിഭൂമിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. കൃഷി സംരക്ഷിക്കുന്നു, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, പരിസ്ഥിതി സംരക്ഷിക്കുന്നു. സെക്ഷൻ 3, 4, 5, 6, 7 വഴി ഭൂമി മാറ്റവും നിയമപരമായി നിയന്ത്രിക്കുകയും ദുരുപയോഗം തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൃഷി സംരക്ഷിക്കാനും വികസിക്കാനും ആവശ്യങ്ങളും തമ്മിൽ സമതുല അവസ്ഥയിൽ നിലനിർത്താനും കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് ലോയിൽ ഒന്നാണ് കേരള യൂട്ടിലൈസേഷൻ ഓർഡർ. അടുത്താണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. നമുക്കറിയാം, അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് സ്കൂളിൽ പുതിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അതിന് വേണ്ടി ചില കുട്ടികൾ ഗാർഡൻ അല്ലെങ്കിൽ പ്ലേ ഏരിയ എടുക്കണമെന്നും അതിന് മുൻപ് ടീച്ചേഴ്സ് ചോദിക്കും. പക്ഷെ അതിനു വേണ്ടി ചില കുട്ടികൾ ഗാർഡൻ ഇല്ലെങ്കിൽ പ്ലേ ഏരിയ എടുക്കണം, അതിന് മുൻപ് ടീച്ചേഴ്സ് ചോദിക്കാം. ആരെല്ലാം ബാധിക്കും, പിന്നെ ആർക്കെങ്കിലും വലിയ നഷ്ടമുണ്ടാകുമോ, പിന്നെ വേറെ നല്ല വഴിയുണ്ടോയെന്നും ഈ പരിശോധനയെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ ഗവൺമെൻറ് ഹൈവേ, ഡാം, റെയിൽവേ, എയർപോർട്ട്, ഇൻഡസ്ട്രി പോലെ വലിയ പ്രൊജക്ട്സൊക്കെ
വലിയ പ്രൊജക്ട്സ് ഒക്കെ നടത്തുമ്പോൾ പ്രൈവറ്റ് ലാൻഡ് അക്വയർ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് നല്ലതാണെങ്കിലും വീട് നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, ജീവിത രീതി മാറാം, സാമൂഹിക ബന്ധങ്ങൾ തകരാം. പിന്നെ പറയുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യം പ്രൊജക്റ്റ് ജനങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുമെന്നും പഠിക്കുന്നു. ഈ പഠനത്തിനെയാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി റഫ്ലർ ആക്ട് ഉണ്ട് 2030 പ്രകാരം മിക്ക ലാൻഡും അക്വിസിഷൻ പ്രൊജക്ട്സും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നിർബന്ധമാണ്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, എഫക്റ്റഡ് ഫാമിലീസിനെ സംരക്ഷിക്കൽ, ഇങ്ങനെ 3 കാര്യങ്ങളിലാണ്. അടുത്താണ് മീനിങ് ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. SIA എന്നാൽ ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്യുന്നതിന് മുൻപ് പ്രൊജക്റ്റ് ജനങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് പഠിപ്പിക്കുന്നതാണ്. ഗവൺമെൻറ് പരിശോധിക്കുന്ന ജനങ്ങളുടെ ജീവിതം, ലിവിങ്ഹുഡ്, കൾച്ചർ, ഹെൽത്ത്, എൻവയോൺമെൻറ്റ്, സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. പിന്നെ ഇതിൽ പറയുന്നത് ഗവൺമെൻറ് ഇതും പരിശോധിക്കുന്നു, എത്ര ഫാമിലീസിന് ബാധകമാണ്, പിന്നെ എത്ര പേർക്ക് ലാൻഡ് നഷ്ടപ്പെടാം, പാവപ്പെട്ടവർ കൂടുതൽ ബാധിക്കുമോ, പിന്നെ പ്രൊജക്ട്സിൻ്റെ ഗുണം നഷ്ടത്തേക്കാൾ വലുതാണോ എന്ന്. പിന്നെ റഫ്ലർ ആക്ട് 2030 പ്രകാരം മിക്ക ലാൻഡ് അക്വിസിഷനും പ്രൊജക്ട്സും SIA കമ്പൽസറി ആണെന്നാണ് പറയുന്നത്. അടുത്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് എഫക്റ്റഡ് പീപ്പിൾ, അതായത് ആർക്കൊക്കെ വീട്, ഭൂമി, ജോലി, ഉപജീവനം നഷ്ടപ്പെടുമെന്ന് SIA കണ്ടെത്തുന്നു. അതിനുശേഷം ഗവൺമെൻറ് റീഹാബിലേഷനും റീസെറ്റിൽമെൻറ്റും പ്ലാൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത് ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പബ്ലിക് ഹിയറിംഗ് നടത്തും, ജനങ്ങൾക്കാണെങ്കിൽ അഭിപ്രായം, എതിർപ്പ്, ആശങ്കകൾ പറയാൻ അവസരം ലഭിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് റെഡ്യൂസ് ബാഡ് ഇമ്പാക്ട്സ്, അതായത് പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ഗവൺമെൻറ് ഡിസ്പ്ലേസ്മെൻറ്റ് കുറയ്ക്കുകയും പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും ഫെയർ കോമ്പൻസേഷൻ നൽകാമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ സപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ജനങ്ങളെയും സംരക്ഷിക്കാനും ഡെവലപ്മെൻറ്റിന് സോഷ്യൽ ജസ്റ്റിസ് ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെയാണ് അഞ്ചാമത്തെ ഹെൽപ്പ് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് ഗവൺമെൻറ് പൂർണ്ണമായി വിവരം ലഭിക്കുന്നത് കൊണ്ട് മികച്ച തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് പ്രിപ്പറേഷൻ ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ പറയുന്നത്. സെക്ഷൻ 4 കണ്ടക്ട് ഓഫ് SIA, അതായത് ഗവൺമെൻറ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി ആരംഭിക്കുകയും പരിശോധിക്കുന്നത് അഫക്റ്റഡ് ഫാമിലീസിനും ആവശ്യമായിട്ടുള്ള ലാൻഡ്, ലിവിങ്ഹുഡ്, പബ്ലിക് റിസോഴ്സസ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ്. പിന്നെ പറയുന്നത് പബ്ലിക് ഹിയറിംഗ് സെക്ഷൻ 5 പറയുന്നത്. അതിൽ പറയുന്നത് പബ്ലിക് ഹിയറിങ്ങിനെ കുറിച്ച് പറയുന്നത് ഗവൺമെൻറ് നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കുകയും ജനങ്ങളുടെ ഒപ്പീനിയൻ, ഒബ്ജക്ഷൻ, കൺസേൺ പറയാൻ അവസരമുണ്ടെന്നാണ് പറയുന്നത്. സെക്ഷൻ 6 SIA റിപ്പോർട്ട്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം ഗവൺമെൻറ് SIA റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിൽ ഉൾപ്പെടുന്നതാണ് സോഷ്യൽ ഇമ്പാക്ട്സ്, എഫക്റ്റഡ് ഫാമിലീസിൻ്റെ എണ്ണം, ലിവ്ലിഹുഡ് ലോസ്, വൾണറബിൾ ഗ്രൂപ്പ്സ്, റീഹാബിലേഷൻ മെഷേഴ്സ്. പിന്നെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ സെക്ഷൻ 7 എക്സ്പെർട്ട് ഗ്രൂപ്പിൽ പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്ട് ഗ്രൂപ്പ് റിപ്പോർട്ട് പരിശോധിക്കുന്നു. അവർ നോക്കുന്നത് പബ്ലിക് പർപ്പസ് ഉണ്ടോ, സോഷ്യൽ കോസ്റ്റ് അക്സെപ്റ്റബിൾ ആണോ, ഗുണങ്ങൾ നഷ്ടത്തേക്കാൾ വലുതാണോ, പിന്നെ റെക്കമെൻഡേഷൻ നൽകുമെന്നാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 8 ഗവൺമെൻറ് എക്സാമിനേഷൻ, അതായത് ഗവൺമെൻറ് എക്സാമിനേഷൻ ആയിട്ടുള്ള ഗവൺമെൻറ് എക്സാമിനേഷൻ തന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ടും എക്സ്പെർട്ട് റെക്കമെൻഡേഷനും പരിശോധിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ലാൻഡ് അക്വിസിഷൻ മുന്നോട്ട് പോകും. സെക്ഷൻ 9 പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും എല്ലാവർക്കും വായിക്കാൻ കഴിയുകയും ഇത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പബ്ലിക് അവെയർനെസ് ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് ഇമ്പോർട്ടൻസ് ഓഫ്
SIA. ഇമ്പോർട്ടൻസ് ഓഫ് SIA അണ്ടർ റെഫ്ലാർ ആക്ട് 2030 പ്രകാരം പറയുന്നത് പഴയ ലോ കോമ്പൻസേഷനിൽ മാത്രം കൂടുതൽ ശ്രദ്ധ നൽകിയാണ് റെഫ്ലാർ ആക്ട് 2030 പ്രധാനമായി നൽകുന്ന പീപ്പിളുടെ റൈറ്റ്, ലിവിങ്ഹുഡ്, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, റീഹാബിലേഷൻ ആണ്. പിന്നെ ലാൻഡ് അക്വിസിഷൻ എന്നത് ഭൂമി എടുക്കുന്നത് മാത്രമല്ല, അത് ഫാമിലീസിനെ, ഫ്യൂച്ചറിനെ, ജീവിതത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ജനങ്ങളെ സംരക്ഷിക്കുന്നു. ഗവൺമെൻറ്റിനെ ആരെല്ലാം ബാധിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ട് റീഹാബിലേഷനും റീസെറ്റിൽമെൻറ്റും നന്നായി നടത്താൻ സഹായിക്കുന്നു. അടുത്താണ് എന്തൊക്കെ ലാൻഡ്മാർക്ക് കേസുകളാണ്. ലാൻഡ്മാർക്ക് കേസുകൾ പറയുന്ന പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ വേഴ്സസ് ഹരിചന്ദ് മിശ്രിയൽ സോലാൻകി. ഇതിൽ പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു റെഫ്ലാർ ആക്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഫെയർനെസ്, ട്രാൻസ്പെറൻസിയും വളരെ പ്രധാനമാണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് ഭഗവന്തി ബായി എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് പറഞ്ഞു ലാൻഡ് അക്വിസിഷൻ ഇപ്പോഴും ഫെയർ ആയിരിക്കണം, പബ്ലിക് പർപ്പസിന് വേണ്ടി ആയിരിക്കണം, കാരണമില്ലാതെ ഗവൺമെൻറ് ഭൂമി എടുക്കാൻ പാടില്ല. ഈ പ്രിൻസിപ്പിൾ പിന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റീഫോമിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇൻഡോർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വേഴ്സസ് മോഹൻലാൽ ഇത് കേസിൽ പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞു ആക്ടിൽ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് പാലിക്കണം, എഫക്റ്റഡ് ഫാമിലീസിൻ്റെ റൈറ്റ്സ് സംരക്ഷിക്കണം. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റെഫ്ലാർ ആക്ട് 2030 ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷനിലാണ് ഒന്നാണ്. ഗവൺമെൻറ് ലാൻഡ് അക്യൂർ ചെയ്യുന്നതിന് മുൻപ് പരിശോധിക്കുന്നതാണ് ജനങ്ങളുടെ ജീവിതം, ലിവിങ്ഹുഡ്, സോഷ്യൽ ഇമ്പാക്റ്റ്. സെക്ഷൻ 4, 5, 6, 7, 8, 9 വഴി സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്നതിന് പൂർണ്ണമായ പ്രൊസീജിയർ ആക്ട് നൽകുന്നു. ഇത് ട്രാൻസ്പെറൻസി, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, റീഹാബിലേഷൻ, സോഷ്യൽ ജസ്റ്റിസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ബന്ധിക്കപ്പെട്ട ജനങ്ങളുടെ റൈറ്റ്സ്, ഡിഗ്നിറ്റി, വെൽഫെയർ എന്നിവയൊക്കെ അവഗണിക്കപ്പെടാതിരിക്കാൻ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉറപ്പാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്.